ഇന്ന് നമ്മൾ എംബ്രോയിഡറിയിലെ 2 ബേസിക് ആയിട്ടുള്ള സ്റ്റിച്ചസ് ആണ് പഠിക്കുന്നത്. നമ്മൾ മുന്നേ ചെയിൻ സ്റ്റിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു വേരിയേഷൻ ആയിട്ടുള്ള കേബിൾ ചെയിൻ സ്റ്റിച്ചും അതുപോലെ തന്നെ ബ്ലാങ്കറ്റ് സ്റ്റിച്ചുമാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇതിന് മുന്നേയും നമ്മൾ ഒരു 5-6 സ്റ്റിച്ചസ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് ചെക്ക് ചെയ്താൽ മതി. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ ഇപ്പോൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോസ് എന്ന് പറയുന്നത് ഫാഷൻ ഡിസൈനിങ് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോസാണ്. അതായത് നമ്മൾ ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ ബേസിക്സ് മുതൽ തിയറി ക്ലാസ്സസ് മുതൽ തന്നെ നമ്മൾ ഓരോ എപ്പിസോഡ്സ് ആയിട്ടും അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് വിസിറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റ്സ് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇറ്റ്സ് മീ ഫർഹാന ഷിഹാബ്. വെൽക്കം ടു ലിറിയ ഫാഷൻസ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ചെയിൻ സ്റ്റിച്ചിൻ്റെ വേരിയേഷൻ ആയിട്ടുള്ള കേബിൾ ചെയിൻ സ്റ്റിച്ചും അതുപോലെ തന്നെ നമ്മൾ ബ്ലാങ്കറ്റ് സ്റ്റിച്ചുമാണ് നോക്കുന്നതെന്നുള്ളത്. അപ്പം ഇതൊക്കെ നമുക്ക് ഡ്രസ്സിലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. കേബിൾ ചെയിൻ സ്റ്റിച്ച് നമ്മൾ ചെയിൻ സ്റ്റിച്ച് ചെയ്യുന്നത് പോലെ തന്നെയാണ്, പക്ഷേ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട് എന്ന് മാത്രം. അപ്പം അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ ഉള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ നമ്മുടെ എംബ്രോയിഡറി ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എംബ്രോയിഡറി ഹൂപ്പ് എടുത്തിട്ടുണ്ട്, നമ്മുടെ ഫാബ്രിക് എടുത്തിട്ടുണ്ട്, പിന്നെ ജസ്റ്റ് നമ്മൾ വരച്ചു കൊടുക്കുന്ന ആ ഒരു ലൈൻ വരയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു സ്കെയിൽ എടുത്തിട്ടുണ്ട്, പിന്നെ നമ്മുടെ നീഡിലും ത്രെഡും എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് നോക്കാം അല്ലേ. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ കേബിൾ ചെയിൻ സ്റ്റിച്ചാണ് കാണിക്കുന്നത്. അപ്പം ഞാൻ ജസ്റ്റ് പേരൊന്ന് മെൻഷൻ ചെയ്യുന്നുണ്ട്. കേബിൾ ചെയിൻ സ്റ്റിച്ച്, അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു ലൈൻ വരയ്ക്കുന്നുണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് ചെയ്യുന്നത് നമ്മൾ ബ്ലാങ്കറ്റ് സ്റ്റിച്ചാണെന്ന് പറഞ്ഞല്ലോ. അപ്പം അതും കൂടി ഞാനൊന്ന് എഴുതി വെക്കുന്നുണ്ട്, അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഹൂപ്പിൽ നിന്ന് ഊരേണ്ടി വരും. അപ്പം ബ്ലാങ്കറ്റ് സ്റ്റിച്ച്, അതിന് വേണ്ടിയിട്ട് നമ്മൾ 2 ലൈൻസാണ് വരയ്ക്കുന്നത്. ഓക്കെ, നിങ്ങൾ പെൻസിലിട്ട് വരച്ചാലും മതി, ഞാനിപ്പോൾ ഇവിടെ ജസ്റ്റ് പെന്നായിട്ട് കാണിക്കുന്നേ ഉള്ളൂ. 2 ലൈൻസ് വേണം നമുക്ക് ബ്ലാങ്കറ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഞാൻ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നമ്മുടെ ഹൂപ്പിൽ വയ്ക്കാം. അപ്പോൾ നമ്മുടെ ഫാബ്രിക് നമ്മുടെ എംബ്രോയിഡറി ഹൂപ്പിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ നീഡിൽ കോർത്തെടുക്കാം. ഓക്കെ, നമ്മൾ നീഡിൽ ത്രെഡ് കോർത്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു സൈഡ് മാത്രം നമുക്കൊന്ന് നോട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഒരു സൈഡ് നമ്മൾ നോട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കേബിൾ ചെയിൻ സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ നോർമൽ ചെയിൻ സ്റ്റിച്ച് ചെയ്യാറുണ്ടല്ലോ, സെയിം വേയിൽ തന്നെയാണ് നമ്മൾ കേബിൾ ചെയിൻ സ്റ്റിച്ചിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ചെയ്യുന്നത്. പിന്നീടാണ് നമുക്ക് ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിക്കാം. അപ്പോൾ നമ്മുടെ സ്റ്റാർട്ടിങ് പോയിന്റിലൂടെ നമ്മുടെ നീഡിലെടുത്തിട്ടുണ്ട്. ഓക്കെ, കംപ്ലീറ്റ് ആയിട്ടും ത്രെഡിനെ പുറത്തോട്ട് വലിച്ചു. എന്നിട്ട് ഈ ഒരു പോയിന്റിലൂടെ തന്നെ നമ്മുടെ നീഡിൽ താഴോട്ട് ഇറക്കിയതിന് ശേഷം തൊട്ടപ്പുറത്ത് നിന്ന് നമ്മുടെ നീഡിൽ മുകളിലോട്ട് എടുക്കുകയാണ്. ഓക്കെ, എന്നിട്ട് നമ്മുടെ ഈ ഒരു ത്രെഡ് ഇതുപോലെ നീഡിലിൻ്റെ താഴേക്ക് വലിക്കുകയാണ്. ഇത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെയിൻ സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ മുന്നേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊന്നും പറയാത്തത്. അപ്പോൾ ഓക്കെ, നമ്മുടെ ഫസ്റ്റ് ചെയിൻ സ്റ്റിച്ച് നമ്മളിവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയാണ് നമ്മുടെ സ്റ്റിച്ചിൽ ഡിഫറൻസ് വരുന്നത്. നമ്മുടെ നീഡിൽ പിടിച്ചതിന് ശേഷം നമ്മുടെ ഈ ഒരു ത്രെഡ് ഉണ്ടല്ലോ, നമ്മുടെ നീഡിലിൽ വരാത്ത മറ്റേ സൈഡിലുള്ള ഈ ഒരു ത്രെഡ് നമ്മുടെ നീഡിലിൻ്റെ ഉള്ളിലൂടെ ഒരു പ്രാവശ്യം ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഞാനൊന്നുകൂടിയും പറയാം. നമ്മുടെ നീഡിൽ ഇങ്ങനെ പിടിക്കുക, അതിനുശേഷം നമ്മുടെ നീഡിൽ വരാത്ത ത്രെഡ്, ഈ ഒരു ത്രെഡ് നിങ്ങൾക്ക് കാണുന്നുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മളെ നീഡിൽ ഇങ്ങനെ പിടിക്കുക, അതിനുശേഷം ഈ ഒരു ത്രെഡ്, നീഡിലിൽ വരാത്ത ഈ ഒരു ത്രെഡ് ഇങ്ങനെ നീഡിലിൻ്റെ ഉള്ളിലൂടെ ഒന്ന് ട്വിസ്റ്റ് ചെയ്തെടുക്കുക.
ഓക്കെ. എന്നിട്ട് നമ്മുടെ നീഡിൽ നമ്മൾ ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്തല്ലോ, അതിൻ്റെ കുറച്ച് അപ്പുറത്തുനിന്നായിട്ട് നമ്മൾ നോർമൽ ചെയിൻ സ്റ്റിച്ച് ചെയ്യുന്നത് പോലെ നീഡിൽ പുറത്തോട്ട് എടുക്കുക. ഫസ്റ്റ് ഉള്ളിലോട്ട് ആക്കിയിട്ട് പുറത്തോട്ട് എടുക്കുക. എന്നിട്ട് നമ്മൾ ചെയ്യുന്നത് പോലെ, ചെയിൻ സ്റ്റിച്ച് ചെയ്യുന്നത് പോലെ ഈ ഒരു ത്രെഡ് നീഡിലിൻ്റെ ഉള്ളിലൂടെ എടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഒരു 2 ചെയിൻ സ്റ്റിച്ചിൻ്റെ ഇടയിലായിട്ട് ചെറിയൊരു കേബിൾ പോലെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇതാണ് നമ്മൾ കേബിൾ ചെയിൻ സ്റ്റിച്ച് എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ ഒന്നുകൂടി പറയാം. നമ്മുടെ നീഡിൽ ഇങ്ങനെ വെച്ചു, എന്നിട്ട് നീഡിലിൻ്റെ സൈഡിൽ വരാത്ത ആ ഒരു ത്രെഡ് ജസ്റ്റ് നീഡിലിൻ്റെ ഭാഗത്തൂടെ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് നമ്മൾ തൊട്ട് ബാക്കിലുള്ള ആ ഒരു ചെയിൻ സ്റ്റിച്ച് ഉണ്ടല്ലോ, അതിൻ്റെ കുറച്ച് പുറത്തുനിന്നായിട്ട് നീഡിൽ താഴോട്ട് ഇറക്കി, എന്നിട്ട് കുറച്ച് പുറത്തുനിന്നും മുകളിലോട്ട് എടുത്തു, നമ്മൾ നോർമൽ ചെയിൻ സ്റ്റിച്ച് ചെയ്യുന്നത് പോലെ. എന്നിട്ട് നമ്മൾ ചെയ്യുന്നത് പോലെ നീഡിലിൻ്റെ താഴത്തൂടെ ത്രെഡ് എടുത്തതിന് ശേഷം കംപ്ലീറ്റ് ആയിട്ടും വലിച്ചെടുക്കുന്നു. അപ്പോൾ ഓക്കെ, നമ്മളത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ 3 ചെയിൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇതിൽ 2 കേബിള് നമ്മുടെ ഈ ഒരു ചെയിൻ സ്റ്റിച്ചിനെ ജോയിൻ ചെയ്യുന്ന രീതിയിൽ, കണക്ട് ചെയ്യുന്ന രീതിയിൽ വന്നിട്ടുണ്ട്. ഇതാണ് നമ്മൾ കേബിൾ ചെയിൻ സ്റ്റിച്ച് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പം ഇനി ഞാൻ പറയുന്നത് മനസ്സിലാവുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത് നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ, അപ്പം അത് കണ്ട് മനസ്സിലാക്കുക കേട്ടോ. നമ്മൾ ത്രെഡ് ഇങ്ങനെ എടുത്തു, എന്നിട്ട് നീഡിലിൽ ട്വിസ്റ്റ് ചെയ്തു, എന്നിട്ട് നമ്മുടെ നീഡിൽ ഇങ്ങനെ എടുത്തു. നമ്മൾ നോർമൽ ചെയിൻ സ്റ്റിച്ച് ചെയ്യുമ്പം നമ്മൾ ഈ ഒരു ചെയിൻ സ്റ്റിച്ചിൻ്റെ ഉള്ളിലൂടെയാണ് നീഡിൽ പിന്നീട് എടുക്കുന്നത്. പക്ഷേ ഇതിൽ അങ്ങനെയല്ല, നമ്മൾ ജസ്റ്റ് ത്രെഡ് ഒന്ന് നീഡിലൂടെ ട്വിസ്റ്റ് ചെയ്തതിന് ശേഷം പുറത്തൂടെയാണ് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ കേബിൾ ചെയിൻ സ്റ്റിച്ച് നമുക്കിവിടെ കംപ്ലീറ്റ് ആവാനായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത്. നമുക്ക് മനസ്സിലാക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണെന്നുള്ളൂ, മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ നീഡിൽ ഇങ്ങനെ വെച്ചു, എന്നിട്ട് നമ്മുടെ ഈ ഒരു ത്രെഡ് നീഡിലിൻ്റെ താഴെയൂടെ ഒന്ന് ട്വിസ്റ്റ് ചെയ്തെടുത്തു. എന്നിട്ട് നമ്മൾ ചെയ്ത ഈ ഒരു ചെയിൻ സ്റ്റിച്ച് ഉണ്ടല്ലോ, അതിൻ്റെ പുറത്തൂടെ കുറച്ച് പുറത്തുനിന്നുമായിട്ട് നമ്മുടെ നീഡിൽ താഴോട്ടേക്ക് ഇറക്കി, അതിൻ്റെ കുറച്ച് പുറത്തുനിന്നുമായിട്ട് നീഡിൽ മുകളിലേക്ക് കൊണ്ടുവന്നു. എന്നിട്ട് നമ്മൾ നോർമൽ ചെയിൻ സ്റ്റിച്ച് ചെയ്യുന്ന പോലെ ഈ ഒരു ത്രെഡ് ഈ ഒരു നീഡിലിൻ്റെ താഴെ കൂടെ എടുത്തു. എന്നിട്ട് കംപ്ലീറ്റ് ആയിട്ടും ത്രെഡിനെ വലിച്ച് പുറത്തെടുത്തു. അപ്പോൾ ഓക്കെ, നമ്മുടെ ചെയിൻ സ്റ്റിച്ച് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നോട്ട് ഇടാൻ മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നോട്ട് വീഴാണ്ട് ശ്രദ്ധിക്കുക. ഓക്കെ ഓക്കെ ഇനി നമുക്ക് നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ചെയിൻ സ്റ്റിച്ചിൻ്റെ പുറത്തൂടെ താഴോട്ട് കംപ്ലീറ്റ് ആയിട്ടും ത്രെഡ് വലിച്ചെടുക്കാം. അപ്പം നമുക്ക് ബാക്ക് സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ പഠിച്ച റണ്ണിങ് സ്റ്റിച്ച് ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് കാണാം ഇത് നമ്മുടെ കേബിൾ ചെയിൻ സ്റ്റിച്ചിൻ്റെ ബാക്ക് സൈഡാണ്. ഇനി നമ്മൾ നോർമലി ത്രെഡ് നോട്ട് ചെയ്യുന്നത് പോലെ നോട്ട് ചെയ്യാം.
ഓക്കെ, നമ്മൾ നോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പം നമ്മുടെ കേബിൾ ചെയിൻ സ്റ്റിച്ച് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഓരോ ചെയിൻ സ്റ്റിച്ചിൻ്റെയും ഇടയിലായിട്ട് കണക്ട് ചെയ്യുന്നത് പോലെ ഓരോ കേബിൾ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് കേബിൾ ചെയിൻ സ്റ്റിച്ച് എന്ന് പറയുന്നത്. ഇനി നമ്മൾ നെക്സ്റ്റ് ചെയ്യുന്നത് ബ്ലാങ്കറ്റ് സ്റ്റിച്ചാണ്. ഓക്കെ, ബ്ലാങ്കറ്റ് സ്റ്റിച്ചിന് വേണ്ടിയിട്ട് നമ്മൾ 2 ലൈൻസാണ് വരച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ മുകളിലത്തെ ലൈനിൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റിൽ നിന്ന് നമ്മുടെ നീഡിൽ കംപ്ലീറ്റ് ആയിട്ടും നമ്മളെ ത്രെഡ് കംപ്ലീറ്റ് ആയിട്ടും പുറത്തോട്ട് എടുക്കുക. എന്നിട്ട് ഈ താഴത്തെ ലൈൻ ഉണ്ടല്ലോ, ഈ ഒരു താഴത്തെ ലൈനിൽ നിന്ന് കുറച്ച് പുറത്തുനിന്നായിട്ട് നമ്മൾ സ്റ്റാർട്ടിങ് പോയിന്റിൻ്റെ നേരെ താഴെയല്ല, അതിൻ്റെ കുറച്ച് പുറത്തുനിന്നായിട്ട് നമ്മുടെ നീഡിൽ താഴേക്ക് ഇറക്കിയതിന് ശേഷം നമ്മുടെ ഫസ്റ്റ് ലൈനിൻ്റെ ആ ഒരു കറക്റ്റ് ആ ഒരു ലെവലിൽ തന്നെ നമ്മുടെ നീഡിൽ പുറത്തോട്ട് എടുക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. ഇതിന് നേരെ താഴെ നമ്മൾ നീഡിൽ ഇറക്കാൻ പാടില്ല. ഈ ഒരു സെക്കൻഡ് ലൈനിൽ കുറച്ച് പുറത്തുനിന്നായിട്ട് നമ്മുടെ നീഡിൽ താഴോട്ട് ഇറക്കുക. എന്നിട്ട് ഫസ്റ്റ് ലൈനിൻ്റെ അവിടേക്ക് നീഡിൽ കൊണ്ടുവരിക. എന്നിട്ട് ഈ ഒരു ത്രെഡ് ഈ ഒരു നീഡിലിൻ്റെ ഉള്ളിലൂടെ എടുക്കുക. ഓക്കെ, എന്നിട്ട് നമ്മൾ ത്രെഡ് കംപ്ലീറ്റ് ആയിട്ടും വലിച്ചെടുക്കുക. ഇത് ചെയ്യാൻ വളരെ ഈസിയാണ്, ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ കുറച്ച് പുറത്തുനിന്നായിട്ട് സെക്കൻഡ് ലൈനിൻ്റെ കുറച്ച് പുറത്തുനിന്നായിട്ട് നീഡിൽ താഴോട്ട് ഇറക്കുക. എന്നിട്ട് ഫസ്റ്റ് ലൈനിൻ്റെ നേരെ നീഡിൽ കൊണ്ടുവരിക. എന്നിട്ട് നമ്മുടെ ഈ ഒരു ത്രെഡ് നീഡിലിൻ്റെ താഴത്തൂടെ എടുക്കുക. ഓക്കെ, അപ്പം നമ്മുടെ ബ്ലാങ്കറ്റ് സ്റ്റിച്ച് നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. ബ്ലാങ്കറ്റ് സ്റ്റിച്ച് നിങ്ങൾക്ക് പെട്ടെന്നൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമായിരിക്കും. നമ്മുടെ കേബിൾ ചെയിൻ സ്റ്റിച്ചാണ് ഇത്തിരി ബുദ്ധിമുട്ടുള്ളത്. അതും നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മുടെ ബ്ലാങ്കറ്റ് സ്റ്റിച്ചും നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ബ്ലാങ്കറ്റ് സ്റ്റിച്ചിൻ്റെ പുറത്തൂടെ താഴത്തോട്ട് നമുക്ക് നീഡിൽ കംപ്ലീറ്റ് ആയിട്ടും വരയ്ക്കാം. ഓക്കെ, നമ്മൾ ത്രെഡ് കംപ്ലീറ്റ് ആയിട്ടും താഴത്തോട്ട് വലിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നോർമലി നോട്ട് ചെയ്യുന്ന രീതിയിൽ നോട്ട് ചെയ്യാം. ബ്ലാങ്കറ്റ് സ്റ്റിച്ചിൻ്റെ ബാക്ക് സൈഡ് എന്ന് പറയുന്നത് ഇതുപോലെ ആയിരിക്കും. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഓരോ ലൈൻസ് മാത്രമേ കാണാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഓക്കെ, നമ്മൾ ഈ ഒരു ത്രെഡ് നോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട് ചെയ്യാം. അപ്പോൾ ഓക്കെ, നമ്മൾ ബ്ലാങ്കറ്റ് സ്റ്റിച്ചും അതുപോലെ തന്നെ കേബിൾ ചെയിൻ സ്റ്റിച്ചും എങ്ങനെ ചെയ്തെടുക്കാം എന്നുള്ളത് നോക്കിയില്ലേ. നമുക്ക് കേബിൾ ചെയിൻ സ്റ്റിച്ച് നമുക്ക് ഔട്ട്ലൈനിങ്ങിലൊക്കെ അടിപൊളിയായിട്ട് യൂസ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. നമുക്ക് ഫ്ലവറിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ സ്റ്റെമ്മിൻ്റെ ഒക്കെ ഔട്ട്ലൈനിലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് നമുക്ക് കേബിൾ ചെയിൻ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം നിങ്ങൾക്ക് ഈ ഒരു 2 സ്റ്റിച്ചും മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. എന്തെങ്കിലും ഡൗട്ട് ഇട്ടുന്നുണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കും. അപ്പോൾ നമ്മളിവിടെ നമ്മുടെ കേബിൾ ചെയിൻ സ്റ്റിച്ചും അതുപോലെ തന്നെ ബ്ലാങ്കറ്റ് സ്റ്റിച്ചും കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അടിപൊളിയായിട്ട് തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട് അല്ലേ. നമ്മുടെ ഡ്രസ്സിലൊക്കെ നമുക്ക് കുർത്തിയിലാണെങ്കിലും ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഔട്ട്ലൈനിങ് ഒക്കെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ കേബിൾ ചെയിൻ സ്റ്റിച്ചൊക്കെ അടിപൊളിയായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഓരോരുത്തരുടെയും ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ചിട്ട് നമുക്ക് എന്ത് രീതിയിൽ വേണമെങ്കിലും എംബ്രോയിഡറി ചെയ്യാം അല്ലേ. അപ്പം നിങ്ങളും ഇത് ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്.
അതുപോലെ നിങ്ങളുടെ കമൻറ്റ്സ് വളരെ വാല്യുബിൾ ആയിട്ടുള്ള ഒന്നാണ്. നിങ്ങളുടെ കമൻസിനനുസരിച്ചിട്ടാണ് നമ്മൾ നമ്മുടെ വീഡിയോസ് കൂടുതൽ ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാറുള്ളത്. അപ്പോൾ നിങ്ങൾ നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.